നമസ്കാരം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും. മോഹൻലാലിന്റെ എമ്പുരാന്റെ ടീസർ ഉണ്ടോ? എന്ത് ബോറാണല്ലേ. ഇയാള് തുമ്പ പിടിച്ചുള്ള തോക്കം പിടിച്ച് പിന്നെ ശരിയായൊരു ബഫൂണിനെ പോലെ ഉണ്ടല്ലേ. ഇയാൾക്ക് ഈ നാടൻ മുണ്ടും വേഷം ചെയ്തു. ഈ തോക്ക് പിടിച്ച് സ്റ്റൈലിഷ് കഥാപാത്രം ഇയാൾക്ക് പറ്റില്ല അല്ലേ. അതുകൊണ്ട് ഈ പടം പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. 100% ഉറപ്പാ ഈ പടം ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. അത്രയും ബോറാണ് അല്ലേ. ടീച്ചർ കാണുമ്പോൾ ആ ടീച്ചർ തന്നെ ആ സിനിമയിൽ ഏറ്റവും നല്ല ഷോട്ടായിരിക്കും ചേർത്തിട്ടുണ്ടാവുക. കാണുമ്പോഴും ഹോളിവുഡ് ഇതൊക്കെ കാണുമ്പോഴും തോന്നും ആ സിനിമയിലെ ഏറ്റവും നല്ല ഇതായിരിക്കും ഇതിൽ ചേർത്തിട്ടുണ്ടാവുക. അത്രയും ഉണ്ടാവും, ആ കാണുന്നതേ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പോകുന്നു ടീസർ ഇറങ്ങിയതിന് ശേഷമുള്ള കമന്റുകൾ നിങ്ങൾ കണ്ടു കാണും. അല്ല, മോഹൻലാലിന് എന്താ സ്റ്റൈലിഷ് വേഷങ്ങൾ പറ്റില്ലേ അല്ലേ. അല്ല, എത്ര കഥാപാത്രങ്ങളെ മനോഹരമാക്കിയിട്ടുണ്ട്. സാഗർ എലിയാസ് ജാക്ക് നമുക്ക് മറക്കാൻ പറ്റൂ അല്ലേ. അങ്ങനെ എത്ര മാസ കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു. ഇത് പിന്നെ KGF പോലെ എന്താ മറ്റേ പടം ഇറങ്ങിക്കൂടെ അല്ലേ. KGF ഇവിടെ ദക്ഷിണേന്ത്യയിൽ മാർക്ക് ചെയ്യപ്പെട്ട പടം തന്നെയാണ്, ഗംഭീര പടം തന്നെയാണ്, യേശിയുടെ കഥാപാത്രമൊക്കെ. പക്ഷെ അതുപോലെ കൂട്ടിയിട്ടുകൊണ്ട് KGF ഉള്ള പടം പോലെയാവൂ? അങ്ങനെയൊന്നുമില്ലല്ലേ. KGF മുന്നേയും അത്തരം പടങ്ങൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ KGF അനുകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ഈ പടം വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കണ്ടിടത്തോളം ഗംഭീരമായ പടം തന്നെയാവാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളെ മനസ്സിൽ സംശയം ഈ അടുത്ത കാലത്ത് വന്ന ബറോസും മുംബൈ വന്ന വാലിബനൊക്കെ പരാജയപ്പെട്ടത് കാരണം അത് പ്രതീക്ഷിച്ചത്ര ഉയർന്നില്ല. അതുകൊണ്ട് ഈ സിനിമ അങ്ങനെ ആയിപ്പോകുമെന്നുള്ള പേടി മോഹൻലാലിനെ സ്നേഹിക്കുന്നവർക്കുണ്ട് എന്നുള്ള സത്യം തന്നെയാണ് അല്ലേ. മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന അവർക്ക് ഒരു പേടിയുണ്ട്, അതുപോലെ ആയിപ്പോകുമോ ഇങ്ങനെ പടം എന്നുള്ളത്. ഇപ്പോഴുള്ള പടങ്ങളൊക്കെ പണ്ടൊക്കെ ഈ തിരക്കഥ എഴുതിന് ശേഷമാണ് പടങ്ങൾ ഉണ്ടാവാറ് അല്ലേ. അതിനനുയോജ്യമായ കഥാപാത്രങ്ങളെ സെലക്ട് ചെയ്യാണ്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോഴ് നായകന് അനുയോജ്യമായ കഥ ഉണ്ടാക്കുകയും അതിനനുസരിച്ച് പിന്നെ ഇങ്ങനെ സാങ്കേതിക ഇതൊക്കെ ചേർത്ത് BGM ഒക്കെ ഗംഭീര BGM ഒക്കെ ചേർത്ത് അല്ലേ നല്ല പടങ്ങൾ തന്നെ നമുക്ക് കണ്ടിട്ട് സത്യത്തിൽ കുറയായി അല്ലേ. ജീവിതഗന്ധിയായ നല്ല കഥ സിനിമ കാണാൻ നമ്മളൊക്കെ സിനിമയെ സ്നേഹിക്കുന്നവർ കൊതിക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷെ അത്തരം സിനിമകൾ ഇപ്പോൾ ഇല്ല എന്നുള്ളത് സത്യം. പിന്നെ ഇപ്പം മോഹൻലാലിനെ തന്നെ കുറേയൊക്കെ നിയന്ത്രിക്കുന്നത് ആന്റണി പെരുമ്പാവൂർ എന്ന് എവിടെ കേട്ടിട്ടുണ്ട്. ആന്റണി പെരുമ്പാവൂരിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിനെ കാണാൻ പോലും പറ്റുകയുള്ളൂ എന്ന് കഴിഞ്ഞ കുറച്ചു മുമ്പേ ഇദ്ദേഹം പറഞ്ഞിട്ടു. സിബി മലയിൽ മോഹൻലാലിൻ്റെ അടുത്ത് ഡേറ്റ് ചോദിക്കാൻ വേണ്ടി പോയപ്പോൾ ആന്റണി പെരുമ്പാവൂരിൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ കാണാൻ പറ്റൂ എന്ന് അദ്ദേഹം വേദനയോടെ പറയുന്നത് കേട്ടു. അതൊക്കെ സത്യത്തിൽ നല്ല നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ആന്റണി പെരുമ്പാവൂരാണ് മോഹൻലാലിനെ നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് ചിലർക്കൊക്കെ അത് വായിച്ചെങ്കിൽ മനസ്സിലാവുന്നുണ്ട്. അത് സത്യമാണെന്നറിയില്ല അല്ലേ. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം കൊണ്ടാണ് മോഹൻലാലിൻ്റെ പടങ്ങളൊക്കെ ഉദ്ദേശിച്ച പോലെ കഥാപാത്രങ്ങളൊന്നും ശരിയാവത്തെന്നൊക്കെ കേൾക്കുന്നു. ഒരു പരിധിവരെ ശരിയായിരിക്കാം. അദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ട് അദ്ദേഹം നല്ലൊരു ബിസിനസ്മാൻ ആയിരിക്കാം. പക്ഷേ കലാപരമായിട്ട് നല്ല മൂല്യങ്ങളുള്ള പടം മോഹൻലാലിൽ നിന്ന് കിട്ടാത്തത് ഇദ്ദേഹം കൊണ്ടാണോ എന്ന് സംശയിക്കുന്നവരുണ്ട്. ഒരു പരിധിവരെ അത് ശരിയായിരിക്കാം എന്ന് തോന്നുന്നു. മോഹൻലാൽ നല്ല കഥാപാത്രം, നല്ല കഴിവുള്ള നടനാണ് അല്ലേ. ശരിക്കും നല്ലൊരു അംഗീകാരമുള്ള പ്രതിഭ തന്നെയാണ് മോഹൻലാൽ. പക്ഷെ അദ്ദേഹത്തിൻ്റെ നിന്നും നല്ല പടങ്ങളൊന്നും വരുന്നില്ലല്ലോ എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ചുള്ള പടങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ളത് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അല്ലേ. എത്രയോ ഗംഭീര നല്ല നല്ല മനോഹരമായ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് വരേണ്ടതായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അത്തരം പടങ്ങൾ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് വേദനയുള്ള കാര്യം തന്നെയാണ്. ഈ പടങ്ങളെങ്കിലും അങ്ങനെ വിജയിക്കട്ടെ അല്ലേ. വിജയിക്കാൻ പിന്നെ സാധ്യതയുള്ള നല്ലൊരു ടീസർ കാണുമ്പോൾ നല്ല പടമാണെന്ന് തോന്നുന്നുണ്ട്. നല്ല പടം ആയി തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അല്ലേ. നല്ല പടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് കുറച്ചായി. നല്ലൊരു പടം മോഹൻലാലിനെ നല്ലൊരു പടമായിട്ട് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം. എല്ലാ ആശംസകളും നേരാം. ഓക്കെ, താങ്ക് യു.